നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയെക്കുറിച്ചാണ്. വെറും കഞ്ഞിയല്ല, ഒരു ഔഷധക്കഞ്ഞി, കർക്കിടക കഞ്ഞി എന്നൊക്കെ നമ്മൾ പല രീതിയിൽ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കഞ്ഞിയിൽ കുറച്ച് ചേരുവകൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് നല്ല പ്രതിരോധശേഷിയും ആരോഗ്യവും ഒക്കെ ഉണ്ടാകുന്ന നല്ലൊരു ബെനിഫിറ്റായിട്ടുള്ള നല്ലൊരു ആരോഗ്യം നിങ്ങൾക്ക് പ്രതിദാനം ചെയ്യുന്ന ഒരു കഞ്ഞിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്കും ഷെയറും ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെർച്ച് ചെയ്യാതെ ആദ്യം തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഒരു ചായയും ഓംലേറ്റും കഞ്ഞിയും ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം അല്ലേ, ഒരു ചായ ഉണ്ടാക്കാൻ. ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും ചായയോ അല്ലെങ്കിൽ ഓംലേറ്റോ കഞ്ഞിയൊക്കെ ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും പല സ്ഥലങ്ങളിലും ട്രിപ്പിൾ ലോക്ക്ഡൗണാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല സാധനങ്ങൾ. അപ്പോൾ അധികം ചിലവില്ലാതെ വളരെ ചിലവ് കുറഞ്ഞുകൊണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അത് നല്ല ആരോഗ്യം കിട്ടുന്ന ഔഷധങ്ങൾ ഉള്ള ഒരു കഞ്ഞിയാണ് ഞാൻ പറയുന്നത്. കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി എന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും അതാണ് ആദ്യമേ പറഞ്ഞത്. ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരാണുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിൽ വേണ്ട ചേരുവകൾ ഞാൻ പറയാം. ഒന്ന് പച്ചരി, അതുപോലെ തന്നെ സൂചി ഗോതമ്പ് അല്ലെങ്കിൽ കുറുക്ക് ഗോതമ്പ് എന്ന് പറയും. പിന്നെ ചെറുപയർ, അതുപോലെ തന്നെ ഉലുവ. അത് കുറച്ച് കുതിർത്തി വെക്കണം കേട്ടോ. ഒരു മണിക്കൂറെങ്കിലും കുതിർത്തി വെച്ചിട്ട് വേണം നമ്മളത് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യണം. നമ്മൾ ചോറ് ഉണ്ടാക്കുന്ന പോലെ കഞ്ഞി ഉണ്ടാക്കുന്ന പോലെ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിൽ വെച്ച് ആവശ്യമായ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. ഈ കുറച്ച് തിളച്ച് ചൂടായി വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഈ കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുക. കുറച്ചും കൂടി തിളച്ച് അതിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഈ സാധനങ്ങളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കരുത്. വെള്ളം നന്നായിട്ട് വറ്റുക. നല്ല വറ്റുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നെയ്യ് അതിനകത്ത് ആഡ് ചെയ്യാം. നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത്, അപ്പോൾ നമുക്കറിയാം വെള്ളം അപ്പോൾ ഒന്നുകൂടി ധാന്യങ്ങളെല്ലാം ഒന്നുകൂടി മേവേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കുക. ആവശ്യമാണെങ്കിൽ മാത്രം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക. അത് തിളച്ച് വരുമ്പോഴേക്കും നമ്മളുടെ എല്ലാ സാധനങ്ങളും ധാന്യങ്ങളും അരിയും എല്ലാം വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന. പിന്നെ പണ്ടൊക്കെ നമുക്ക് കുറുന്തോട്ടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വളരെ അവൈലബിൾ ആയിരുന്നു. കിഴങ്ങല്ലി, കുറുന്തോട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇപ്പോൾ അതൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അവൈലബിൾ ഇല്ലെങ്കിൽ ഞങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കഴിക്കാം. അത് അവൈലബിൾ ആണെങ്കിൽ പ്ലായില ഇതൊക്കെ നമുക്ക് അരച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കിത് കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ വളരെ നല്ലതാണ്. ആരോഗ്യത്തിനും പ്രതിരോധശേഷി കൂട്ടുന്നതിനും എല്ലാത്തിനും ഒതുങ്ങുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ കർക്കിടകത്തിൽ എല്ലാ രോഗങ്ങളും വരുന്നതിന് സാധ്യതയുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഈ കഞ്ഞികൾ കർക്കിടക കഞ്ഞി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഔഷധങ്ങളുണ്ട്, ഔഷധക്കഞ്ഞികൾ എന്നും പല രീതിയിൽ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കഞ്ഞി നിങ്ങൾ ഒരു 7 ദിവസം നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ പ്രതിരോധശേഷി കൂടും, നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. കഴിക്കുന്നതിന് വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ്. പിന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഷ്ടപ്പാട് നമ്മളാകെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത്, പൈസ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന വളരെ നല്ലൊരു ഔഷധമൂല്യമുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഔഷധക്കഞ്ഞി, കർക്കിടകക്കഞ്ഞി എന്നൊക്കെ പറയുന്ന ഈ ഐറ്റം. അതുകൊണ്ട് തന്നെ
അപ്പോൾ അടുത്ത വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഗുണകരമായിട്ടുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും നിങ്ങളോട് വിട പറയുകയാണ്. അരുൺ പെരിന്തൽമണ്ണ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു.